ഞാനെന്ന് നിൽക്കുന്നത് കേരളത്തിലെ അല്ല ഇന്ത്യയിലല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൊയോട്ട ഷോറൂമായിട്ടുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. നമ്മുടെ കളമശ്ശേരി കൊച്ചി ഷോറൂമിലാണുള്ളത്. ഇവിടെ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂട്രസ് എന്ന് പറയുന്ന സർട്ടിഫൈഡ് യൂസർ ഷോറൂമിലത്തെ കുറച്ച് സ്റ്റോക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ മാസം അതായത് ഡിസംബർ മാസം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഇയർ എൻഡിങ്, ക്രിസ്മസ്, ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് മാക്സിമം നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. യൂസർ കാർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ്. കാരണം വലിയൊരു ബ്രാൻഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഡീലർമാർ നടത്തുന്ന ഒരു ഷോറൂമാണ്. അതിൻ്റെതായിട്ടുള്ള വിശ്വാസവും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക്, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടും സഹകരണവും കൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമിലാണ്. അതിൻ്റെ എല്ലാ നന്ദിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഞാനിന്ന് കാണിച്ചു വരുന്ന വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇത് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് ലിവ അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2018 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. VXD എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. VXD വേരിയന്റ് ഡീസൽ മാനുവൽ അല്ലേ? അതെ. വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. ഓക്കെ. ഇത് ഒരു ഡുവൽ ടോൺ വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ എത്തിയോസ് ലിവയിൽ മൂവിംഗ് ഉള്ള ഒരു കളർ കൂടിയാണല്ലേ? അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. നമ്മളിത് 6,30,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ലോൺ ടൊയോട്ട ഫിനാൻസ് തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ടൊയോട്ട ഫിനാൻസ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്ത് വേറെ ഫിനാൻസുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഷോറൂമിലേക്ക് വന്നാൽ മാത്രം മതി. വണ്ടി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എടുത്തോണ്ട് പോകും. കാരണം അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് ടൊയോട്ട കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ? അതെ അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2023 മോഡൽ സിംഗിൾ ഓണർ 5,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഇത് അല്ലേ? ഓണർഷിപ്പ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അതിൻ്റെതായിട്ടുള്ള മാറ്റം പ്രൈസിൽ ഉണ്ടാവും അല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 14,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടൊയോട്ടയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ക്യാമറി വരുന്നത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ മാസം അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2023 മോഡലാണ്. സിംഗിൾ ഓണർ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ വാഹനം. അണ്ടർ വാറന്റി അടക്കം അവൈലബിൾ ആണ്. അപ്പൊ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ 41 ആണ് ആസ്കിംഗ്. 41 ലക്ഷമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ഇത് ടൊയോട്ട കമ്പനിയുടെ ഇന്നോവ ക്രിസ്റ്റ. ഏതാ മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2016 മോഡലാണ് വരുന്നത്. V വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ 66,000 ഓടിയിട്ടേ ഉള്ളൂ. നമ്മൾ വില ചോദിക്കുന്നത് 17,25,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. 17,25,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാൻ കച്ചവടം ഉണ്ടാവും. ഇത് V വേരിയന്റ് അല്ലേ? അതെ. V എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ടോപ്പിന്റെ താഴത്തെ തൊട്ട് താഴെയാണ് ഏറ്റവും ടോപ്പ്. അസെറ്റിന്റെ തൊട്ട് താഴെയാണ് V. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വീല് വരുന്നുണ്ട്. ഓക്കെ. ഇത് ടൊയോട്ട കമ്പനിയുടെ എത്തിയോസ് അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 16 മോഡലാണ്. സിംഗിൾ ഓണർ 82,000 ഓടിയിട്ടേ ഉള്ളൂ. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. ഏതാ വേരിയന്റ്? ഏതാ? VX വേരിയന്റ് ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി അടക്കം എല്ലാം ഉള്ള വണ്ടിയാണ്. പിന്നെ അലോയ് വീല്, പുതിയ ടയേഴ്സ് കാണാനൊക്കെ വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ 4,25,000 ആണ് ഇതിന് ചോദിക്കുന്നത്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫിനാൻസ് ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരിക. ഇത് ടൊയോട്ട കമ്പനിയുടെ ഗ്ലാൻസ് അല്ലേ? അതെ. ഏതോ മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2023 മോഡൽ ഗ്ലാൻസ് ആണ്. V ഓട്ടോമാറ്റിക് പെട്രോൾ സിംഗിൾ ഓണർ 39,000 ഓടിയിട്ടേ ഉള്ളൂ. ഇത് ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അതെ. എല്ലാം അവൈലബിൾ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ V എന്ന് പറയുന്ന വേരിയന്റ് ഏറ്റവും ടോപ്പ് ആണ്. ഇനി അഡീഷണൽ ആയിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ട എല്ലാം ആക്സറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ബാക്കി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. വാറന്റി ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് വാറന്റി ഉള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ വിശ്വസിച്ച് എടുക്കാം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ക്രെറ്റ. ഏതാ മോഡൽ? ഇതാകുമ്പോൾ 2016 മോഡലാണ്. സിംഗിൾ ഓണർ 91,000 ഓടിയിട്ടുണ്ട്. ഏത് വേരിയന്റ്? വേരിയന്റ് SX എന്ന് പറഞ്ഞ വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. SX എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,15,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. ഇത് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നാണ് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 21 മോഡലാണ് ക്രിസ്റ്റ വരുന്നത്. 2.4 Z ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണല്ലേ? സിംഗിൾ ഓണർ, 65,000 ഓടിയിട്ടേ ഉള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഒന്നും തന്നെ ഷോറൂമിൽ നിലവിലില്ല. അങ്ങനത്തെ വാഹനങ്ങൾ വിൽക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഒറിജിനൽ കേരള വണ്ടി കൊടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള പ്രൈസും നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം വില കുറവിനാണ് നമ്മൾ റീ വണ്ടി എടുക്കുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 27,70,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. അതെ. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നിസാൻ കമ്പനിയുടെ മൈക്ര അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2016 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർ, 68,000 ഓടിയിട്ടേ ഉള്ളൂ. CVT ട്രാൻസ്മിഷൻ വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ. ഇതാകുമ്പോൾ പറ്റിയതാണ്. ഗിയർ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 360 ആണ് ചോദിക്കുന്നത്. 3,60,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ പറയുന്ന പ്രൈസ് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഷോറൂമിലേക്ക് വരിക. ഇത് എക്സൽ എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോളിഷ് അടക്കം ചെയ്ത് കഴിഞ്ഞ് നടക്കുന്നത് എല്ലാം ചെയ്തിട്ടുള്ളതാണ്. എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഇത് മാരുതി സുസുക്കിയുടെ ബലേന അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2024 മോഡലാണ്. സിംഗിൾ ഓണർ, 46,000 കിലോമീറ്റർ ഓടി. ബേസിന് തൊട്ട് മുന്നുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. വെറും 46,000 കിലോമീറ്റർ, അതും ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി അയാളൊക്കെ അവൈലബിൾ ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,30,000 നമ്മൾ ആസ്കിംഗ് റേറ്റ്. നമുക്ക് സ്ലൈറ്റ്ലി എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. ചെറുതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇയർ എൻഡിങ്, ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ വരികയാണ്. അതിൻ്റെതായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവർ തരും. ഇത് ഉണ്ടായി കമ്പനിയുടെ വെന്യൂ. അതെ. ഏത് മോഡൽ? ഇതാകുമ്പോൾ 2019 മോഡലാണ്. സിംഗിൾ ഓണർ, 60,000 ഓടിയ വണ്ടിയാണ്. പെട്രോൾ 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. മാനുവൽ അല്ലേ? മാനുവൽ. ഈ ഓടിയ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ജെനുവിൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. എല്ലാം ചെക്ക് ചെയ്തിട്ട്. അപ്പൊ അതർ ബ്രാൻഡ് വാഹനമായിട്ടാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക? നമ്മൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഏതാ വേരിയന്റ് ഏതാണ്? ഇത് SX എന്ന് പറഞ്ഞ SX വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്നത് 660 ആണ്. 6,60,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു വലിയൊരു വാഹനമാണ്. നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫിനാൻസ് അറേഞ്ച്. ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുവാഹനം മുതൽ അത്യാവശ്യം എല്ലാ വലിയ വാഹനങ്ങളും അവൈലബിൾ ആണല്ലേ? അതിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ 800. ഏത് മോഡൽ വരുന്നത്? 2019 മോഡൽ, സിംഗിൾ ഓണർ, 78,000 ഓടിയത്. 2,80,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഈ ഹ്യുണ്ടായി കമ്പനിയുടെ ക്രെറ്റ. ഏത് മോഡൽ? ഇതാകുമ്പോൾ 2016 മോഡലാണ്. സിംഗിൾ ഓണർ, 91,000 ഓടിയിട്ടുണ്ട്. ഏത് വേരിയന്റ്? വേരിയന്റ് SX എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. SX എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,15,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ i20. അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 21 മോഡൽ മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ആണ്. 27,000 ഓടിയിട്ടേ ഉള്ളൂ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വിത്ത് വാറന്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. ഇത് അതർ ബ്രാൻഡ് വാഹനമാണ്, എന്നിട്ട് പോലും വാറന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് അത്രയും ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണല്ലേ. ഇനി ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,50,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. ഫിനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതെ. 6,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇത് ടൊയോട്ട കമ്പനിയുടെ ഹൈ റൈഡർ അല്ലേ? അതെ. ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2024 മോഡലാണ്. S ഹൈബ്രിഡ്, ബേസ് വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു 5,000 മാത്രമേ ഓടി. വെറും 5,000 കിലോമീറ്റർ. ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 14,70,000. 14,70,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? അതെ. ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് ടൊയോട്ടോ കമ്പനിയുടെ ടൈസൺ അല്ലേ? ഏത് മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 24 മോഡലാണ്. സിംഗിൾ ഓണർ, 7,000 ഓടിയിട്ടേ ഉള്ളൂ. 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. വി മാനുവൽ ആണ് വരുന്നത്. ടോപ്പ് എൻഡ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 8,45,000 നമ്മൾ ചോദിക്കുന്നത്. 8,70,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ലോൺ ചെയ്യാൻ പറ്റും.